ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കിച്ചൺ ഒന്ന് കാണാം കേട്ടോ. കിച്ചണ് ഇപ്പോൾ പുതിയത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഓവറോൾ വ്യൂ ഇങ്ങനെയാണ്. ഇതാ പഴയ കസേരയൊക്കെ ഒന്ന് മാറ്റും കേട്ടോ, എന്നെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഓവറോൾ വ്യൂ വരുന്നത് നമ്മുടെ കിച്ചണിൻ്റെ. പിന്നെ അതായത് പുതിയതായിട്ട് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ വെച്ചുണ്ടാക്കലൊക്കെ വർക്ക് ഏരിയയിലാണ് അധികം നടക്കൽ. ഇവിടെ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇതാണ് കേട്ടോ, ഈ വാതിൽ വർക്ക് ഏരിയയിലോട്ട് പോകുന്നതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കബോർഡ് ഉണ്ട് ഇങ്ങനെ കേട്ടോ. അത് നമുക്ക് ഇങ്ങനത്തെ ഒന്നും കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടല്ല ഇങ്ങനെ തുറക്കാനും അടക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെ താനടഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സ്റ്റാൻഡ് ഉണ്ടായാലും എന്തായാലും ഭംഗിയാണ്, പക്ഷെ ഒരു ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല, അതാണുള്ള പ്രശ്നം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഈ ഒരു സംഭവം കണ്ടോ, ഇതിങ്ങനെ തുറക്കാൻ പറ്റും. ഇതിങ്ങനെ മുകൾക്ക് കേട്ടോ, ഇങ്ങനെ മുകൾക്ക്. അവിടെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഈ ഒരു ഭാഗം. ഇതിൽ ഞാൻ എയർ ഫ്രയർ യൂണിറ്റാണ് കേട്ടോ. അത് താഴോട്ട് വെക്കണം, അവിടെ അത് ചെയ്യാനുള്ളതില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും കേട്ടോ ഇതിങ്ങനെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബേസ്. പിന്നെ ഇവിടെ സിങ്ക് ചെറുതാണ് കൊടുത്തിട്ടുള്ളൂ, കാരണം വർക്ക് ഏരിയയിൽ അത്യാവശ്യം വലുപ്പമുള്ള സിങ്കാണ്. അപ്പം നമ്മൾ അത്രേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു കർട്ടൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൺ ഇതിങ്ങനെ നമുക്ക് പ്രൈവസി വേണമെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കർട്ടന്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു 3 ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി എൻ്റെ ഇതിന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. ഇങ്ങനൊരു യെല്ലോ, പിന്നെ പിങ്ക്, പിന്നെ ഇത് ഗ്രീന്, അങ്ങനെ. ഇത് പിന്നെ ഇവിടെ അങ്ങനെ വലുതായിട്ടുണ്ട്. ഇവിടേക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കുറേ മുന്നേ പറഞ്ഞൊരു 10-20 വർഷമായി അങ്ങനെ അന്ന് കോഴിക്കോട്ട് നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ആ ഒരു റിപ്പോർട്ട്. അത് ഒട്ടും അതിൽ ചെയ്യുന്നില്ല എന്നറിയാം, പക്ഷേ വെള്ളം വെക്കാനില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ സെറ്റ് ചെയ്തെന്ന് മാത്രം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു യൂണിറ്റ് ഗ്യാസിൻ്റെ. പിന്നെ കബോർഡ്സ് ഇങ്ങനെ ഇത് കട്ടർ ഉണ്ടോ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ഇങ്ങനെ ജ്യൂസ് ഗ്ലാസ്, അതേപോലെ ചായക്കോപ്പ, അങ്ങനത്തൊക്കെ വെക്കാം. പിന്നെ ഇതിൽ വരുന്നത് ഇത് പാത്രങ്ങൾ തന്നെ വലുത് വെക്കാൻ ഇപ്പുറത്തുണ്ട്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം അവിടെ മറ്റിടത്തുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ കുറേ വെക്കണ്ട. പിന്നെ ഇത് പാൻ ഹോൾഡറാണ് കേട്ടോ. പാൻ ഹോൾഡർ ഇങ്ങനെ അതാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്തത് ഇതാണ്. അപ്പം ഇത് ഇപ്പം ഞാനിങ്ങനെ വെച്ചൊക്കെയാണ് നമ്മളെ ജാർസൊക്കെ ഇങ്ങനെ മിക്സിൻ്റെ ജാറൊക്കെ കൊടുക്കാൻ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരിത് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിൽ പിന്നെ കടലകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് എന്ത് പർപ്പസ് ഉപയോഗിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് വെച്ചിട്ടുള്ളത് മാത്രം. പിന്നെ ഇത് നമ്മളെ ഇതിനെ ഓവൻ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് സ്ഥലം. പിന്നെ അതിന് താഴെ നമ്മൾ അരിയും അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ടോ അങ്ങനെ. പിന്നെ ഇവിടെ എന്താ കൊടുക്കാം, പിന്നെ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജൊന്നും തുറക്കണില്ല. ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഫ്രിഡ്ജ് എങ്ങനെയാണോ അതിൻ്റെ ഉള്ളിൽ അതേപോലെ ഇരിക്കും. പഴയതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ഇത് മാത്രം കാണിക്കാം. ഫ്രീസർ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ ഇവിടെ ഒരു വൈഫൈൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം പിന്നെ ഫാന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കിച്ചണിൽ. പിന്നെ നമ്മൾ കാര്യമായിട്ട് ഇവിടെയാണ് നമ്മൾ പിന്നെ കുക്ക് ചെയ്യാറ്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്.
വർക്ക് ഏരിയ ആണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. കാര്യമായിട്ട് അടുപ്പിൽ തന്നെയാണ് ഞാൻ ഫുള്ളായിട്ട് കുക്ക് ചെയ്യണത്. അപ്പോൾ ഇത് ഗ്യാസിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഗ്യാസ് ചെറിയൊരു ഗ്യാസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ചെറിയ ഒന്ന് മാത്രമുള്ള ഗ്യാസ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണ്ടല്ലോ കേട്ടോ. പിന്നെ ഇങ്ങനെ വർക്ക് ഏരിയയിൽ ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയ നമുക്ക് വെറുതെ കളയല്ലേ, അപ്പം ഇങ്ങനെ ഒരു കാര്യം. പിന്നെ അപ്പം കുറേ സ്റ്റോറേജ്, കാരണം നമുക്ക് സ്റ്റോർ റൂം ഇല്ലാത്തല്ലേ, കുറേ സ്റ്റോറേജ് നമുക്കതിൽ കിട്ടും. പിന്നെ അതേപോലെ ഇവിടെയും സിങ്കിൻ്റെ താഴെ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു സിങ്കാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ചെറുതാണെങ്കിലും ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഇപ്പം അങ്ങനെ. പിന്നെ ഇനി റൂമിൻ്റെ ഫുൾ മേക്ക് ഓവർ ഞാൻ കാണിക്കുന്നുണ്ട്. അത് പിന്നെ നമുക്ക് പിന്നീട് ഒരിക്കലാവും ഇൻഷാല്ലാ. അതെന്താ വെച്ചാൽ കുറച്ച് അറേഞ്ച് ഒന്നും കൂടെ ഉണ്ട്. പിന്നെ ഇത് ബേസിൻ്റെ കേട്ടോ, ഇത് ബേസാണ്. ഇതും പുതിയതായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ സ്റ്റെയറിൻ്റെ കമ്പിയൊക്കെ മാറ്റി എന്ന് മാത്രം അങ്ങനെ. പിന്നെ ഡൈനിങ് ഹാളിൻ്റെത് ഇവിടെ ഇങ്ങനെ ഇതാണ് മാറ്റിയത്. ഇതിവിടെ അങ്ങനെ നമുക്ക് ലിവിങ് ഏരിയ ഇല്ല കേട്ടോ. ലിവിങ് ഏരിയക്ക് പകരാവില്ലെങ്കിലും, പക്ഷെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് കസേരക്കൊന്നും ഇവിടെ ഉണ്ടല്ലോ. ഞാനൊരു ബെഞ്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് അങ്ങനെ ഈ ഒരു ജനവാതിൽ നമ്മൾ പിന്നീട് റീപ്ലേസ് ചെയ്തതാണ് കേട്ടോ, അതിൻ്റെ മോഡലൊക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കർട്ടൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതങ്ങനെ ടേബിള്, ഇവിടെ ടേബിളാണ് ഇങ്ങനെ. പിന്നെ ഇതിൽ ഒന്നുമില്ല, വെറും ഷോക്ക് കേട്ടോ. അപ്പോൾ രണ്ട് ഷോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുമര്. അപ്പം ഇത്രയും ഉള്ളൂ മേക്ക് ഓവർ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളും അതൊക്കെ ഇതിന് മുന്നേ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.